ദിവ്യാസ് നായർക്കെതിരായി അയ്യർക്കെതിരായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടത്തി വരുന്നത്. അതിൽ പ്രമുഖമായ വ്യക്തികൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവരുടേതായ അഭിപ്രായം അവരുടെ സ്വസിദ്ധമായ രീതിയിൽ പറഞ്ഞു എന്നതിൻ്റെ അപ്പുറത്ത് അതിനെ ഈ രീതിയിലുള്ളൊരു ആക്രമണത്തിന് വിധേയപ്പെടുത്തേണ്ടെന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അവർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് ഞങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും. എൻ്റെ തോന്നലനുസരിച്ചുള്ള പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാനില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞിരിക്കുന്നു. വിമർശനം ഉന്നയിക്കുന്നവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അതെല്ലാം ഒരു പുരുഷ മേധാവിത്വ സമൂഹമല്ലേ. സ്ത്രീകൾ ഇനി എത്ര ഉയർന്ന പദവിയിലുള്ളവരായാലും അവർക്കെതിരായിട്ട് ഈ തേട്ടി വരുന്ന പദപ്രയോഗങ്ങളെല്ലാം ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ മറ്റൊരു വിഷയം, വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണ്. അതായത് ഈ ഇലക്ഷന് നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് ലീഗ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ നീട്ടിക്കൊണ്ട് പോകാതെ നേരത്തെ തന്നെ തീർക്കാൻ പറ്റുമായിരുന്നു എന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ, അതൊക്കെ അവരാണ് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ക്രിസ്തീയ വിഭാഗം, വേറൊരു ഭാഗത്ത് മുസ്ലിം വിഭാഗം എന്ന രണ്ടായി തിരിക്കാനാണ് ശ്രമം. അത് CPM അല്ല അത് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിൽ ഇവർ തന്നെ ആ രീതിയിൽ തിരിഞ്ഞ് രണ്ട് ഭാഗമായിട്ട് നിൽക്കാനും സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ സത്യം പറഞ്ഞാൽ തടസ്സപ്പെടുത്താനും വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും. ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പാർട്ടിക്കും വ്യക്തമായ കാഴ്ചപ്പാടാണ്. അവിടെ സമാധാനപരമായിട്ട് ആ പ്രശ്നം പരിഹരിക്കണം. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ ആരെയും ആ രീതിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതെങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യം നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലീഗാണ് ഭിന്നത ഉണ്ടാക്കുന്നതാണോ? ലീഗ് മാത്രമല്ല, ലീഗ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ക്രിസ്തീയ ജനവിഭാഗത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അതിൻ്റെയും വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ്. അവർക്ക് യഥാർത്ഥത്തിൽ പരസ്പര വൈരുദ്ധ്യമാണ് തോന്നുമെങ്കിലും അവർക്കെല്ലാം നല്ല യോജിപ്പാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗത്തെയും അവിടെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. അവരെ ഒഴിപ്പിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവർക്ക് എങ്ങനെ സംരക്ഷണം നൽകാം എന്ന കാര്യമാണ് ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് സമരക്കാരെ കാണാൻ പോകാൻ പറഞ്ഞു. 15 പേരെ കാണാൻ വിളിക്കുന്നു. അത് ഇതിനേക്കാളും മുമ്പ് വളരെ ഗൗരവത്തിലായിരുന്നു അവരെടുത്തത്. പക്ഷേ അവർക്ക് മനസ്സിലായി, ആദ്യം വഖഫ് ബില്ലിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പിന്നീട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ഓർഗനൈസർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടിയുള്ളൂ. ഫലപ്രദമായിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. ബില്ല് കൊണ്ട് പരിഹരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഉറപ്പായി പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.